السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد اتقوا الله عباد الله. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ഇന്ന മിമ്മാ യൽഹഖുൽ മുഅ്മിന മിൻ അമലിഹി വഹസനാതിഹി ബഅദ മൗതിഹി علما علمه ونشره وولدا صالحا تركه ومصحفا ورثه أو مسجدا بناه أو بيتا لابن السبيل بناه أو نهرا أجراه أو صدقة أخرجها من ماله في صحته وحياته يلحقه من بعد موته. رسول الله صلى الله عليه وسلم പറഞ്ഞു, ഇന്ന മിമ്മാ യൽഹഖു അൽ മുഅ്മിന, മുഅ്മിനോട് അവനോട് ചേരുന്നതാണ് മിൻ അമലിഹി വഹസനാതിഹി ബഅദ മൗതിഹി, അവൻ്റെ മരണശേഷവും അവൻ്റെ ഹസനാത്തുകളിൽ നിന്ന് അവൻ്റെ കർമ്മങ്ങളിൽ നിന്ന് അവനിലേക്ക് വന്നു ചേരുന്നതാണ്. ഇൽമൻ അല്ലമഹു വനശറഹു, അവൻ പഠിപ്പിച്ചതായ ഇൽമും അതുപോലെ തന്നെ അവൻ വ്യാപിപ്പിച്ചതായ ഇൽമും. എന്തെങ്കിലും ഒരു നല്ല കാര്യം അള്ളാഹു അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നതായ വഹയാൽ സ്ഥിരപ്പെട്ട കാര്യങ്ങൾ നമ്മൾ മറ്റുള്ള ആളുകൾക്ക് ഏത് രൂപത്തിൽ നമ്മൾ പഠിപ്പിച്ചു കൊടുത്താലും, അത് തദ്രീസാവട്ടെ, പഠിപ്പിക്കലാവട്ടെ, അതല്ല അതൊരു തഅലീഫാവട്ടെ, ഗ്രന്ഥരചനകളാവട്ടെ, അതല്ല ചില കുറിപ്പുകളാവട്ടെ, അതല്ലെങ്കിൽ ആളുകളെ കണ്ടപ്പോൾ നസീഹത്ത് കൊടുത്തതായിക്കൊള്ളട്ടെ, ഏത് രൂപത്തിലായിക്കൊള്ളട്ടെ, വഹയാൽ സ്ഥിരപ്പെട്ട കാര്യങ്ങൾ നമ്മൾ മറ്റുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എങ്കിൽ അത് മരണശേഷവും നമ്മൾ എന്താണോ പറഞ്ഞു കൊടുത്തത് അത് അദ്ദേഹം ജീവിതത്തിൽ പുലർത്തുകയും അദ്ദേഹം വ്യാപിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എങ്കിൽ സ്വാഭാവികമാണ് അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷവും അതിൻ്റെ പ്രതിഫലം അവന് ലഭിക്കുമെന്നാണ്. രണ്ടാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വവലദൻ സ്വാലിഹൻ തറക്കഹു, സ്വാലിഹായ ഒരു കുട്ടി എന്നാണ്. നമ്മുടെ മക്കളെ നമ്മൾ എന്താണോ പഠിപ്പിക്കുന്നത് ആ കുട്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ, നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ, അതിൻ്റെ എല്ലാം ഒരു പ്രതിഫലം നമുക്കും കിട്ടും. ആ കുട്ടി നിസ്കരിക്കുകയാണെങ്കിൽ, ആ കുട്ടി അദ്കാറുകൾ ചെല്ലുകയാണെങ്കിൽ, ആ കുട്ടി മറ്റേത് ദീനി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയാണെങ്കിലും അതിൻ്റെ എല്ലാം പ്രതിഫലം നമുക്ക് കിട്ടും. കാരണം അത് പഠിപ്പിച്ചു കൊടുത്ത ആൾ, അതിന് പഠിപ്പിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കിയ ആൾ അവൻ്റെ മാതാപിതാക്കളാണ് എന്നുള്ളതിൻ്റെ പേരിൽ. അതുപോലെ തന്നെ മുസ്ഹഫൻ വറസഹു, ഒരു മുസ്ലിമീങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ തൻ്റെ വാരിസ്യങ്ങൾക്ക് തൻ്റെ അനന്തരാവകാശികൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അവൻ വിട്ടേച്ചു പോകുന്ന മുസ്ഹഫുകളും അവന് ഉപകാരപ്പെടുന്നു. അതിലാരെങ്കിലും ഓതിയാൽ ഒരു ഹർഫിന് എത്രയാണോ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതിഫലം പറഞ്ഞത്, ആ ഒരു പ്രതിഫലം ഒന്നും കുറയാതെ തന്നെ അത് വിട്ടേച്ചു പോയ ആൾക്കും ലഭിക്കുമെന്നാണ്. അതുപോലെ തന്നെ മസ്ജിദൻ ബനാഹു, അവൻ നിർമ്മിച്ചതായ ഒരു മസ്ജിദ്, ആ മസ്ജിദിൽ എത്ര കാലത്തോളം നിസ്കാരങ്ങൾ നടക്കുന്നുണ്ടോ, വാങ്കുകൾ നടക്കുന്നുണ്ടോ, ക്ലാസ്സുകൾ നടക്കുന്നുണ്ടോ, അതിൻ്റെ എല്ലാം പ്രതിഫലം ആ ഒരു ഉണ്ടാക്കിയ മനുഷ്യന് ലഭിക്കുമെന്നാണ്. അതുപോലെ തന്നെ ഔബൈത്തൻ ലിബ്നി സബീൽ, വഴിയാത്രക്കാരായ ആളുകൾക്ക് അവർക്ക് വേണ്ടി സൗകര്യം ചെയ്തു കൊടുത്തുണ്ടാക്കിയ വീടുകൾ എന്ന് പറഞ്ഞാൽ അവർക്ക് വിശ്രമിക്കാൻ വേണ്ടിയിട്ടും അവർക്ക് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉണ്ടാക്കിയ താവളങ്ങൾ, അതും അവൻ എന്ത് ചെയ്യും, ഉപകാരപ്പെടും. ഔ നഹ്റൻ അജ്റാഹു, അവൻ ഒഴുക്കിയ ഒരു വെള്ളം, അതായത് മറ്റുള്ള ആളുകൾക്കും കൂടി ഉപകാരപ്പെട്ടോട്ടെ എന്നുള്ള രൂപത്തിൽ തടഞ്ഞു വെക്കാതെ മറ്റുള്ളവർക്കും കൂടി കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ട് അവൻ ചെയ്തു വെച്ചതായ ഈ വെള്ളം ഒഴുക്കുക എന്നുള്ളതും അവന് നാളെ ഉപകാരപ്പെടും. അതുപോലെ തന്നെ സദഖത്തൻ അഖ്റജഹാ മിൻ മാലിഹി, അവൻ്റെ ധനത്തിൽ നിന്നും അവൻ കൊടുത്തു വീട്ടിയതായ സ്വതക്കകൾ, അതായത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി കൊടുത്ത ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിന് പ്രതിഫലമുണ്ട്, യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ അവനെന്തെങ്കിലും ഒരു സ്ഥാപനത്തിന് കൊടുക്കാൻ, ആ സ്ഥാപനത്തിൽ പിന്നീട് അങ്ങോട്ട് നടക്കുന്ന എന്തെല്ലാം സൽക്കർമ്മങ്ങളുണ്ടോ അതിൻ്റെയൊക്കെ ഒരു പ്രതിഫലം അദ്ദേഹത്തിനും കിട്ടും. അതുപോലെ തന്നെ അത് വേറെ എന്തെങ്കിലും ഒരു തിന്മക്കാണ് കൊടുക്കുന്നത് എങ്കിൽ അതിൻ്റെ അതേ തിന്മ നമുക്കും ലഭിക്കുമെന്നുള്ളതാണ്. ഇതെല്ലാം റസൂലുള്ളാഹി പറഞ്ഞു, യൽഹഖുഹു മിൻ ബഅദി മൗതിഹി, ഇതൊക്കെ അവൻ്റെ മരണശേഷവും അവനിലേക്ക് വന്നു ചേരുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കൊണ്ട് കാണാൻ സാധിക്കും. എല്ലാം ചിലപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ സാധിച്ചോളുന്നില്ല, പക്ഷേ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും ഇതിൽ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പറഞ്ഞതായി കൊണ്ട് കാണാൻ സാധിക്കും. കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എല്ലാമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.